ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായും സേഫായും ആണോ ഇരിക്കുന്നത്? മഴയല്ലേ, മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയും അപകടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുമല്ലേ. വയനാട്ടിലുണ്ടായ അപകടം ഇനി ഒരിക്കലും അതുപോലത്തെ ദുരന്തങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചായക്കടയിൽ നിന്ന് കിട്ടുന്ന സുഖിയനില്ലേ, സുഖിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കുതിർത്തത് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് തേങ്ങയും ശർക്കരയാണ്. അപ്പോൾ തേങ്ങയും ശർക്കരയും ഒക്കെ എടുത്ത് റെഡിയാക്കി ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ശർക്കര ചീകിയത് ഇതുപോലൊരു ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് ശർക്കര നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതാക്കി ഒന്ന് ഉരുക്കി എടുക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി വരുന്ന സമയത്ത് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. പിന്നെ നമ്മൾ ചെറുപയർ അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ വേവിക്കുമ്പോൾ നമ്മൾ വെള്ളമില്ലാതെ വേണം കേട്ടോ വേവിക്കാൻ. വെള്ളമില്ലാതെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം നമുക്ക് പാടില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ചെറുപയറിൻ്റെ വെള്ളം എല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തേങ്ങയും ശർക്കര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വെന്തിരിക്കുന്ന നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. ചെറുപയർ വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വേവിക്കരുത്. ഒത്തിരി വേവിച്ചാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു അത്യാവശ്യം വെന്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല. ആ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാൻ. പിന്നെ വെള്ളം പാടില്ല, വെള്ളത്തിൻ്റെ അംശവും പാടില്ല. അപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിനുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാവിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ സുഖിയൻ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇട്ടത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മാവൊന്ന് പൊങ്ങി വരും. അപ്പോൾ കുറച്ച് ബേക്കിംഗ് പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. പിന്നെ ചിലർ ഈ സമയം ഇതിനകത്തൊരു മധുരം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ശർക്കരയ്ക്കകത്തൊക്കെ നല്ല മധുരം ഉള്ളത് കൊണ്ട് ചേർക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയറും ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് വെച്ച് നമ്മുടെ ചെറുപയറും പരിപ്പ് തണുക്കാൻ മാറ്റി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബോൾസ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനൊരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിനാട്ടോ ഞാൻ ബോൾസാക്കി എടുക്കുന്നത്. അപ്പം അതാവുമ്പം നല്ലതാണ്, നമുക്ക് കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കഴിക്കാം, ഇഷ്ടപ്പെടും. വലിയ ബോൾസ് ആകുമ്പം കുട്ടികൾക്ക് അത്ര വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു എണ്ണം കുറേ കിട്ടും. അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതുമല്ല നമുക്ക് എണ്ണ ലാഭിക്കാനും പറ്റും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. വലിയ ബോൾസ് ആകുമ്പോൾ നമുക്ക് അധികം എണ്ണ ആവശ്യമില്ലേ. ഇപ്പം ചെറുതാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയിൽ കിടന്ന് നന്നായിട്ടത് ഫ്രൈ ആയി വരും. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്ത് വെക്കുവാണേ. എന്നിട്ട് ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സുഖിയൻ്റെ ചെറുപയറും തേങ്ങയും ശർക്കരയൊക്കെ ബോൾസാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് മാവിനകത്ത് മുക്കി നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുവാണ്. സ്പൂണ് കൊണ്ടിട്ടില്ലെങ്കിലും നമുക്ക് കൈ വെച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ കോരി ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ സ്പൂണ് കൊണ്ട് കോരി ഇടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന്
എടുത്ത് മാവിൽ മുക്കിയിടാം കേട്ടോ. എന്നിട്ട് മാവിൽ മുക്കിയിട്ട് കഴിയുമ്പം പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. ഇത് അധികം നേരം ഇട്ട് നന്നായിട്ട് അങ്ങ് എന്താ പറയുക, എണ്ണയിലിട്ടങ്ങ് നന്നായിട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് റെഡിയായി ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സുഗിയൻ റെഡിയാകും. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഇങ്ങനെ ഓരോന്നിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായക്കടി കേട്ടോ ഇത്. അപ്പം നമ്മളിനി ചായക്കടയിൽ പോയി ഇതുപോലെ സുഗിയനൊന്നും വാങ്ങിച്ച് കഴിക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നമുക്ക് നല്ല പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.